പ്രതിസന്ധികളെയും കുപ്രചരണങ്ങളെയും മറികടന്ന് ഇന്നു മുതൽ മഹാരാജ ടാക്കീസിന്റെ നയന മനോഹരമായ വെള്ളിത്തിരയിൽ സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം പോക്കിരി രാജ സ്വാമിനാഥൻ എന്ന യുവ പ്രൊജക്ടർ ഓപ്പറേറ്ററുടെ കരവിരുതിലൂടെ നിങ്ങൾക്ക് തന്റേടിയും പോക്കിരിയുമായ പോക്കിരി രാജയെ കാണാം. ദിവസേന വർണ്ണശബളമായ 3 പ്രദർശനങ്ങൾ. മുതലാളി പടക്കം പൊട്ടിച്ചത് വെറുതെയായി. എന്നാൽ ഇത്രയും പെട്ടെന്ന് അവളുമാരി ടാക്കീസ് തുറക്കുന്നു ഞാൻ വിചാരിച്ചില്ല. ആ കഴിവേറി ബഷീർ ഇങ്ങനെ മലക്കം മറിയുമെന്ന് ആരറിഞ്ഞു? അനൗൺസ്മെന്റ്. മനോഹരമായ സ്ക്രീനിൽ സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം. മുതലാളി നമ്മൾ ഈ സമയത്ത് കണ്ടുകഴിഞ്ഞാൽ ആകെ നാണക്കേടാ. മുതലാളി കാരണത്ത് കയറിയുന്നു. കരവിരുതിലൂടെ നിങ്ങൾക്ക് തന്റേടിയും പോക്കിരിയുമായ പോക്കിരി രാജയെ കാണാം. ഞാൻ കാറി കയറിയിരിക്കാം. ഞാനും കൂടി അടക്കല്ലേ. തടസ്സങ്ങളും അവിഖ്യാതികളും മറികടന്ന് ശത്രുക്കളുടെ നാവടക്കിയും പാപ്പച്ചന്മാരുടെ മുനയൊടിച്ചു. മഹാരാജ ടാക്കീസ് പുതിയ ഭാവത്തിലും രൂപത്തിലും ഇന്നു മുതൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്ന വിവരം നിങ്ങളേവരെയും സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. കാണാൻ വരുന്നവരുണ്ടെങ്കിൽ പോരടാ നോട്ടീസ്. ആണത്തമില്ലാത്തവന്മാരെ, പെണ്ണുങ്ങളോട് പടവെട്ടാൻ വരുന്ന 2 കെട്ടവന്മാരെ നിങ്ങൾ സൂക്ഷിച്ചോളുക. നിങ്ങളുടെ തല കൊയ്യാനായി ഇതാ പോക്കിരി രാജ എത്തുന്നു. താടി വെച്ചവന്മാരും താടി വെക്കാത്തവന്മാരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നവന്മാരും കേൾക്കാൻ വേണ്ടി പറയാം. പോക്കിരി രാജ, പോക്കിരി രാജ, പോക്കിരി രാജ. മതി തൃപ്തിയായി. വിട്ടോ ഇന്ന് മുതൽ മഹാരാജ കണ്ട പരസ്യമായിട്ടല്ലേ കോളാമ്പിക്കുടി മുതലാളിയുടെ പേരെടുത്ത് പറഞ്ഞവൻ കളിയാക്കിയത്. അത് അവളുമാർ അവനെ കൊണ്ട് പറയിക്കുന്നതാ. പക്ഷെ ഞാനാരാ മോൻ? അവളുമാർക്കിട്ടൊരു വലിയ വെടിമരുന്നിട്ടല്ലേ ഞാനിവിടെ വന്നിരിക്കുന്നേ. ഇനി 1-2 മാസത്തേക്ക് ഏത് രാജ കളിച്ചാലും കാണാൻ ഒരു കുഞ്ഞു പോലും ആ ടാക്കീസിലേക്ക്. അതെന്താ മുതലാളിയാണ് ടാക്കീസ് നടത്താൻ പോണത്? എന്റെ സ്ഥലത്ത് എന്റെ ചെലവിൽ ഓപ്പൺ എയറിൽ നാട്ടുകാർക്ക് മൊത്തം ഓസിന് കാണാൻ നാളെ മുതൽ ആരംഭിക്കുന്നു പുന്നപ്ര ശിവന്റെ നേതൃത്വത്തിൽ ഇക്കിളിപ്പെടുത്തുന്ന കമല ലോക്കൽ സർക്കസ്. കമലും ലോക്കറ്റും? കമല ലോക്കറ്റൊന്നും അല്ല, പിന്നെ കമല ലോക്കൽ സർക്കസ്. കമല ലോക്കൽ സർക്കസ്. മുതലാളി എന്റെ ദൈവമാ. കഴിഞ്ഞ ആഴ്ച ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ ഇനി എന്ത് വേലക്ക് പോണെന്നൊരു എത്തും പിടിയില്ലാതെ നിൽക്കുമ്പോഴാണ് എന്റെ മുതലാളി ഈ പണി എന്നെ ഏൽപ്പിച്ചത്. ആളുകൾ എങ്ങനെ ഉണ്ടായിരുന്നു ശിവ? ആളെങ്ങനെ ഉണ്ടായിരുന്ന സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ പടം റിലീസ് ഉണ്ടാകുന്ന ആളില്ലേ, അതിന്റെ ഇരട്ടിയായിരുന്നില്ലേ? സംഭാവന പിരിക്കണ്ടെന്ന് മുതലാളി പറഞ്ഞോണ്ടാ, ഇല്ലെങ്കി പാത്രം നിറയെ ചൊള വീണേനെ. ആണോ? പിന്നല്ലാണ്ട് ഷോ കാണാൻ ആളില്ലാണ്ട് ടാക്കീസ് പൂട്ടിയിട്ട് 1 അല്ല 2 ഷോ നടന്നില്ല. ഇങ്ങനെ പോയാൽ അവളുമാരുടെ കാര്യം കട്ട പോകാം. അപ്പൊ എന്റെ കണക്കുകൂട്ടൽ പഴച്ചില്ല. 1-2 മാസം ആളില്ലാതെ ടാക്കീസ് പൂട്ടിയിട്ട് അവളുമാർ അവിടെ ഈച്ച അടിച്ചിരിക്കും. മുതലാളി എന്താണ് രാവിലെ ആളുകൾ വിളിച്ച മനുഷ്യനെ പേടിപ്പിക്കുന്നത്? കമല സർക്കസ് മുങ്ങി. അയ്യോ, നാട്ടുകാർ ടെന്റ് വിളിച്ച് തീയിടുകയും ചെയ്തു. എന്റെ കർത്താവേ, അവളാ ആ വിമലി ആ സർക്കസ് കൂടാതെ തീയിട്ടത്. അവളെ മുതലാളി ഞാനൊന്ന് പറയട്ടെ. ആ സർക്കസുകാരൻ ശിവനില്ലേ, അവനല്ല ശിവൻ, പുന്നപ്ര ശിവൻ. കാര്യം പറയടാ. നമ്മുടെ ടെന്റിന്റെ അടുത്ത വീട്ടിൽ കുളിച്ചോണ്ടിരുന്ന കാമാക്ഷിയുടെ 3 പവന്റെ മാലയും പൊട്ടിച്ചോണ്ട് അവൻ ഓടി. ഈ മാലയും കൂടി ചേർത്ത് അവളുടെ 5ാമത്തെ മാലയാണ് പോണത്. എന്നിട്ട് കാമാക്ഷിയുടെ കരച്ചിലേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ അവനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. അയ്യോ, കുഴപ്പാവും. എല്ലാം കഴിഞ്ഞപ്പോഴല്ലേ കാമാക്ഷി കാര്യം പറയണം. എന്ത് കാര്യം? ആ മാല മുക്ക് കൊണ്ടുവരുന്നെന്ന്. ഈ ശിവനുണ്ടല്ലോ 40ഓളം കേസിലെ പ്രതിയാണത്രേ. മാല എവിടെ കണ്ടോ അത് പൊട്ടിക്കലാണ് അവന്റെ പ്രധാന ഹോബി. അല്ല, അവൻ പോലീസിനോട് എന്റെ പേരെങ്ങാനും പറയൂ? പിന്നെ പറയാതിരിക്കോ? മുതലാളിയല്ലേ അവനെ കൊണ്ടുവന്നത്. പേടിപ്പിക്കല്ലേ, അവൻ എന്റെ പേരൊന്നും പറയല. അങ്ങനെ പറഞ്ഞ് സമാധാനിച്ചോ? പാവം മുതലാളി. കാശ് മുടക്കാൻ മാത്രമേ യോഗമുള്ളൂ, ഒന്നിനൊരു ഫലമില്ല. പിന്നെ കടയിലെ സാധനങ്ങളൊക്കെ തീർന്നു. ആ ക്യാഷ് അവന്റെ കടയിൽ നിന്ന് മേടിച്ചോടാ. എന്നാലും ക്യാഷായിട്ട് തരില്ലല്ലേ? വേണു, എന്താ വേണു, എന്താ ഉണ്ടായേ? എന്ത്? എന്റെ ഉണ്ണി അവരെന്താ ചെയ്തത്? അതോ, ആ പിള്ളേരുടെ ഒരു തമാശ. നമ്മുടെ ഉണ്ണിമായ ഇങ്ങോട്ട് വരുമ്പോ അവന്മാരെന്തോ ഒരു കമന്റ് പറഞ്ഞു. എന്റെ അമ്മോ, ഉണ്ണിമായ ശരിക്കും അവന്മാരെ വിരട്ടിക്കളഞ്ഞില്ലയോ? പോരാഞ്ഞിട്ട് ഒരുത്തന്റെ മുഖത്ത് നോക്കി ഒന്ന് പൊട്ടിക്കുകയും ചെയ്തു. വിമലയുടെ അല്ലേ അനിയത്തി. ഇതൊന്നും അല്ല രസം. നമ്മുടെ ഉണ്ണികൃഷ്ണൻ അവന്മാരെ ശരിക്കും അങ്ങ് പെരുമാറുകയും ചെയ്തു. ദേ, ആ പ്രശ്നം അതോടെ അവസാനിച്ചു. ഇനി വെറുതെ കുത്തിപ്പൊക്കരുത്. വിമല പോയട്ടെ. ശരി. ഓ, രക്ഷപ്പെട്ടു.
അവിവാഹിതരായ ആരെയും കാണുന്നില്ലല്ലോ. ആ ഇനിയിപ്പോ ഞാനറിയാതെ എല്ലാരും കല്യാണം കഴിച്ചങ്ങ് പോയോ? രാവിലെ വടക്കവശത്ത് കാക്ക കരഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചതായിരുന്നു നല്ലൊരു കോളുണ്ടെന്ന്. അതെ, നല്ലൊരു കോളുമായിട്ടായി കമലാസൻ വന്നിരിക്കുന്നത്. ആർക്കാ? ഗംഗയ്ക്കോ യമുനയ്ക്കോ? അതെ, ഗംഗയായാലും യമുനയായാലും പെരിയാറായാലും കരമനയാറായാലും ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇവിടെ. കണ്ണു വെക്കില്ലേ എന്റെ ചേട്ടാ? എനിക്ക് കണ്ണു വച്ചല്ലേ പറ്റൂ. ഓഹോ, എന്നാ കേൾക്കട്ടെ. ആലോചിക്കാൻ മറട്ടെ. ആദ്യം ശമ്പള പരിഷ്കരണം, എന്നിട്ട് മതി കല്യാണാലോചനയൊക്കെ. ഞങ്ങൾ സീരിയസ് ആയി പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോ വെറും ഒരു പണിക്കാരനായ നീ വന്ന് തമാശക്കല്ലേ? തമാശയൊക്കെ പറയാൻ കല്യാണത്തിന്റെ തലേ ദിവസം ഒരു അരമണിക്കൂർ തരാം നിന്റെ മിമിക്രി ഷോ കാണിക്കാൻ. 10 പറ്റ പെണ്ണുങ്ങളുടെയും 5 കെട്ടി ആണുങ്ങളുടെയും കല്യാണമല്ല താൻ ഇതുവരെ നടത്തിയിട്ടുള്ളൂ. എന്നെ തന്തയ്ക്ക് വിളിച്ചാലും ഞാനങ്ങ് ക്ഷമിക്കും കേട്ടോ. പക്ഷെ എന്റെ പ്രൊഫഷനെ ചോദ്യം ചെയ്താലുണ്ടല്ലോ. എന്താടോ ഓടോ. കണ്ടകശനി നിൽക്കുമ്പോ ശുഭകാര്യങ്ങൾ പറയാൻ പാടില്ല. എന്റെ ചോദ്യത്തിന് ചേച്ചി മറുപടി പറഞ്ഞില്ല. ഓ, ഇത് പറയാനാണോ സ്വാമി രാവിലെ കുറ്റിമറിച്ചോണ്ട് പോകുന്നത്? അതെ, വരട്ടെ, നമുക്ക് ആലോചിക്കാൻ സമയമുണ്ടല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ടേ ഞാൻ ആ പഴയ 4000 തന്നെ നിൽക്കുക. സമയം കൊണ്ട് മാറി നിൽക്കുന്ന എന്നാ കളിയാക്കുവാണോ? അതുകൊണ്ട് എനിക്ക് ശമ്പള പരിഷ്കരണം അനിവാര്യമാണ്. എനിക്ക് കൂട്ടി തന്നാ പറ്റുള്ളൂ. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ ടാക്കീസ് ഇട്ടിട്ട് പാട്ടിന് ഓ, പോകും. സമാധാനമായി. ടാക്കീസ് അടഞ്ഞു കിടന്നാലും വേണ്ടില്ല, നീ പോ. അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. ചേച്ചി ചൂലൊന്ന് പിടിച്ചേ. ചേച്ചി ചൂല് വെച്ച് എത്ര വേണേലും എന്നെ അടിച്ചു. ഞാനിവിടെ 2 കൈയും കെട്ടി നിന്ന് കൊണ്ടോളാം. പക്ഷെ ഷോ ഇല്ലാതെ അടഞ്ഞു കിടക്കുന്ന മഹാരാജ ടാക്കീസിന്റെ ഗേറ്റ് വന്ന് കാണാൻ ഞാൻ ജീവനോടെ ഉണ്ടായില്ല. ഞാൻ പറഞ്ഞതാ. അത് നേരം സ്വാമിയേട്ടും പറഞ്ഞതാ. ഓഹോ, എന്റെ കൊച്ചേ, എന്റെ വായിന്നൊരു ചെറിയ അബദ്ധം ചാടിയെന്ന് കരുതി ഇങ്ങനെ കയറി മേളായിക്കല്ലേ. ഞാൻ ശമ്പളം കൂട്ടി ചോദിച്ചില്ലാലും അടുത്ത മാസം തൊട്ട് ചേച്ചി എനിക്ക് ശമ്പളം കൂട്ടി തരുമെന്ന് എനിക്ക് അറിയാം. ഈ വിമല ചേച്ചി ആള് ഭയങ്കര, എല്ലാം ഒളിപ്പിച്ചു വെക്കും. സോപ്പ് അയ്യ, സമയമായി മാറ്റിടേ. ശരി ശരി. ഓ, രക്ഷപ്പെട്ടു. ഞാൻ ഇന്ന് രാവിലെ ടാക്കീസ് അടിച്ചു വരുന്നതിനിടയില് നോക്കിയപ്പോ 4 പേര് സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. ആര്? ആ ചക്കിപ്പൂച്ച 3 കുഞ്ഞുങ്ങളും. അത് പിന്നെ വന്നു. ഞാൻ ഓടിച്ചു വിട്ടായിരുന്നല്ലോ. എത്ര തവണ നമ്മൾ അടിച്ചോടിച്ചാലും ആ ചക്കി കുഞ്ഞുങ്ങളെ കൊണ്ട് ഇവിടെ തന്നെ വരും. കുഞ്ഞുങ്ങളെ നമ്മള് കാണാതെ ഒളിപ്പിച്ചു വെക്കാനേ ആ ചക്കിക്ക് വലിയ ബിരുദ. അതുപോലൊരു ചക്കിപ്പൂച്ച ഇവിടെ ഉണ്ട്. അത് നമ്മുടെ ഉണ്ണിമായല്ലേ ചേച്ചി ഉദ്ദേശിച്ചേ? മിണ്ടാപ്പൂച്ചയാണല്ലോ കാലൊടക്കുന്നത്. എന്റെ ഉണ്ണി അല്ല, ഉണ്ണി നല്ല കുട്ടിയാ. പിന്നെ എന്താ ചേച്ചി? ഇതാരാ? അയ്യോ, എന്താ മോളെ? ഒന്നുമില്ല. ഇത്തിരി വെള്ളം എടുത്ത് കുടിക്ക്. ഇതെങ്ങനെ ഇവിടെ വന്നു? എനിക്കറിയില്ല ചേച്ചി, ഞാനല്ല. എനിക്കറിയില്ല, ഞാൻ ഇപ്പഴാ കാണുന്നേ. സത്യം. വേണ്ട മോളെ, ആ കളി വേണ്ട. ഞാൻ ചെയ്ത മോശമായിപ്പോയി. വേണ്ടായിരുന്നു. ഏതോ ഒരു ഫോട്ടോ കിട്ടിയെന്നും പറഞ്ഞ് ഞാൻ എന്റെ കുട്ടികളെ വെറുതെ സംശയിച്ചു. പോട്ടെ. എന്തു ഇതെനിക്കറിയില്ല.